ബയോളജി. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊരു സെൽ ഓർഗനൽ ആണ്, ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മൈറ്റോകോൺട്രിയ. അപ്പൊ മൈറ്റോകോൺട്രിയ എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഓർക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം മൈറ്റോകോൺട്രിയനെ കുറിച്ച് പറയുന്നത്? പവർ ഹൗസ് ഓഫ് ദി സെൽ അല്ലെ, പവർ ഹൗസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് മൈറ്റോകോൺട്രിയന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. അത് കൂടാതെ പ്രീവിയസ് ഇയറിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് coming to that, so here is the picture of mitochondria. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മൈറ്റോകോൺട്രിയ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതേ പിക്ചർ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണയായിട്ട് വരുന്നതും ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് ഓരോരോ ലേയേഴ്സ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾ ഓർത്ത് പഠിച്ചിരിക്കണം, കാരണം നെയിം ചെയ്യാൻ പലപ്പോഴും വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഏറ്റവും പുറമെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? ഔട്ടർ മെംബ്രെയിൻ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഹിയർ യു ക്യാൻ ഫൈൻഡ് ദ ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, നെക്സ്റ്റ് യു ക്യാൻ ഫൈൻഡ് ദ ഇന്നർ മെംബ്രെയിൻ. അപ്പൊ ഇതൊരു ലെയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ നെക്സ്റ്റ് ലെയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ദ ഇന്നർ മെംബ്രെയിൻ. അപ്പൊ ഡബിൾ മെംബ്രെയിൻസ് ഉണ്ട്. ഓക്കെ, അതാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനൽ ആണ്. ആൻഡ് ദെൻ ഇഫ് യു ആർ ഒബ്സർവിങ്, ഈ ഒരു ഇന്നർ മെംബ്രെയിന്റെ ഉള്ളില് ഇവിടെ നിങ്ങൾക്ക് ഒരു പോർഷൻ കാണാം അല്ലെ, ഒരു മെട്രിക്സ് റീജിയൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അല്ലെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ടൈപ്പ് ഓഫ് ഒരു റീജിയൻ കാണും. അതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോർഷനിൽ തന്നെ ഇവിടെ കുറച്ച് ഇൻഫോൾഡിങ്സ് കാണുന്നുണ്ട് അല്ലെ. ഇവിടെ ഇതുണ്ടോ, ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇൻഫോൾഡിങ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 2-3 പോർഷൻസ്. പിന്നെ ഇവിടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഓരോ, ഇവിടെ 2 മെംബ്രെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഓരോ മെംബ്രെയിന്റെ ഇടയിൽ വരുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്പേസിനെയാണ് നമ്മൾ എന്താണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ മനസ്സിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വരച്ചു പഠിക്കാം. അപ്പൊ മനസ്സിൽ ഇത് കൃത്യമായിട്ട് ഉണ്ടാവണം. ഈ ഒരു ഡയഗ്രാം, മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയഗ്രാം മനസ്സിലേക്ക് വരണം. അത് എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് നെയിം ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അതിൽ മെട്രിക്സും അതുപോലെ തന്നെ ക്രിസ്റ്റയും ആണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നെയിം എന്ന് പറഞ്ഞിട്ട്, അതായത് ഏതാണ് ഇത് നെയിം ദ ഫോളോയിങ്ങിൽ വരാറുള്ളത്. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ്. അപ്പൊ എന്താണ് മൈറ്റോകോൺട്രിയ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് റിലേറ്റഡ് ടു മൈറ്റോകോൺട്രിയ? അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 1-2 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? പവർ ഹൗസ് ഓഫ് ദ സെൽ. നമുക്ക് എല്ലാവർക്കും കോമൺലി നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ മൈറ്റോകോൺട്രിയനെ കുറിച്ച് നമുക്ക് അറിയുന്ന ഒരു പോയിന്റ് ആണ് പവർ ഹൗസ് ഓഫ് ദ സെൽ. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതലായിട്ട് വരാറുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ആ പിക്ചർ ഒബ്സർവ് ചെയ്തപ്പോൾ തന്നെ കണ്ടിരുന്നു, ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആണ്. ഓക്കെ, സോ യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞ മൈറ്റോകോൺട്രിയ. അപ്പൊ എന്താണ്, ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, നമ്മൾ അതിൽ പിക്ചറിൽ കറക്റ്റ് ആയിട്ട് കണ്ടിരുന്നു അല്ലെ. അതുപോലെ തന്നെ ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. അപ്പൊ ഈ ഇന്നർ മെംബ്രെയിൻ എന്താണ്, ഉള്ളിലേക്ക് 2 കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 2 കമ്പാർട്ട്മെന്റിൽ ഒന്ന് ഔട്ടർ കമ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഇന്നർ കമ്പാർട്ട്മെന്റും ആണ്. അത് നമ്മൾ ആ പിക്ചർ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ലെ. And the inner compartment is filled with a dense homogeneous substance. അപ്പൊ ഞാൻ മുന്നേ പിക്ചറിൽ പറഞ്ഞിരുന്നു അല്ലെ, ഈ ഇന്നർ കമ്പാർട്ട്മെന്റിലാണ് നമുക്ക് ആക്ച്വലി എന്താണ് ഈ ഹോമോജീനസ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ, ആ ഒരു ഏരിയ കാണാൻ സാധിക്കുന്നത്. അതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഒരു ഔട്ടർ കമ്പാർട്ട്മെന്റും ഉണ്ട്, അതുപോലെ ഒരു ഇന്നർ കമ്പാർട്ട്മെന്റും ഉണ്ട്. അതിൽ ഒരു ഔട്ടർ മെംബ്രെയിൻ, ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, so these are the basic structural features of mitochondria. And next, ആ ഒരു ഇന്നർ മെംബ്രെയിനിൽ തന്നെ ഒരു നമ്പർ ഓഫ് ഇൻഫോൾഡിങ്സ് കാണാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു പോർഷൻ നമ്മൾ കണ്ടു അല്ലെ. അതിന്റെ പേരെന്തായിരുന്നു മക്കളെ? യെസ്, അതിന്റെ പേരാണ് ക്രിസ്റ്റേ. ഓക്കെ, അത് നിങ്ങൾ നെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ ക്രിസ്റ്റേന്റെ
ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഫോൾഡിങ്സ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ മേജർ ആയിട്ടുള്ള ഒരു പേർപ്പസ് എന്താണ് ആ ഇൻഫോൾഡിങ്സിന്റെ? ജസ്റ്റ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. ഓക്കെ, സോ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. കാരണം മൈറ്റോകോൺട്രിയയ്ക്ക് കുറെ ഏറെ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, യാ. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ മെംബ്രെയിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മെംബ്രെയിൻസിനുള്ളിൽ സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള എൻസൈം ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. കാരണം പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതൊക്കെ നമുക്കിപ്പോ പറയാം. മൈറ്റോകോൺട്രിയ ആർ ദ സൈറ്റ്സ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. അപ്പൊ നമ്മുടെ എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന ആ ഒരു സെല്ലിലെ സൈറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയ ആണ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് റീസൺ ഫോർ ദ ടൈറ്റിൽ പവർ ഹൗസ് ഓഫ് ദ സെൽ. ഓക്കെ, ആൻഡ് മൂവിംഗ് ടു ദ നെക്സ്റ്റ് റീസൺ, വാട്ട് ഇസ് ദാറ്റ്? They produce cellular energy. Okay, so they produce cellular energy in the form of ATP. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ. അപ്പൊ നമ്മുടെ ശരീരത്തില് എന്ത് കാര്യം നടക്കണേലും നമുക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള പോയിന്റ് എവിടെയാണ്? Yes, that is inside the cell and that is inside the mitochondria. Okay, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുകൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് എന്താണെങ്കിലും ചോദിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു റീസൺ ആണ് അവിടെ എഴുതേണ്ടത്. എയറോബിക് റെസ്പിറേഷന്റെ ആ ഒരു പെർട്ടിക്കുലർ റീജൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അത് കൂടാണ്ട് സെല്ലുലാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ATP മോളിക്യൂൾസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? അതും മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ആൻഡ് ഹിയർ വേറൊരു കാര്യം കൂടെ മൈറ്റോകോൺട്രിയ ചെയ്യുന്നുണ്ട്. എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മൈറ്റോകോൺട്രിയയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? DNA ഉണ്ടാവും, അതുപോലെ തന്നെ RNA മോളിക്യൂൾസ് ഉണ്ടാവും. പിന്നെ മൈറ്റോകോൺട്രിയയിൽ തന്നെ നമുക്ക് ആരെ കാണാൻ സാധിക്കും? റൈബോസോംസിനെയും കാണാൻ സാധിക്കും. ഓക്കെ, അത് മൈറ്റോകോൺട്രിയന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ സെൽ ഓർഗനൽസിൽ പഠിക്കുമ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. സോ ഇവിടെ മൈറ്റോകോൺട്രിയയിൽ എന്താണ്? സർക്കുലർ DNA ഉണ്ടാവും, അതുപോലെ തന്നെ RNA മോളിക്യൂൾസ് ഉണ്ടാവും, റൈബോസോംസും ഉണ്ടാവും. So these are the important points you have to keep in mind regarding mitochondria. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിൽ ഒരു 3 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ പ്രാവശ്യവും 1 വേർഡ് ആയിട്ടും അതുപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്സ് ആണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. സോ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ, അതായത് 2019 ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്താണ് ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെക്കണം എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? എന്താണ്? ഐഡന്റിഫൈ ദ ഓർഗനൽ ആൻഡ് മാർക്ക് ദ പാർട്സ് ലേബിൾഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഓർഗനൽ? ഏതാണ്? ഇറ്റ് ഈസ് മൈറ്റോകോൺട്രിയ. അപ്പൊ നമ്മള് മനസ്സിൽ ഈ ഒരു പിക്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് അല്ലെ. ഇത് മൈറ്റോകോൺട്രിയ ആണ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ 1 മാർക്ക് നമുക്ക് സുഖമായിട്ട് അവിടെ സ്കോർ ചെയ്യാം അല്ലെ. ഇനി ഇത് ലേബിൾ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇതെന്താണ്? എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നർ മെംബ്രെയിൻ ആണ് അല്ലെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഇത് ഔട്ടർ മെംബ്രെയിൻ ആണ്. അപ്പൊ ഇത് എന്താണ്? ഇന്നർ മെംബ്രെയിൻ ആണ്. പിന്നെന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ബി ആണ്. ബി ഈ ഒരു ഹോമോജിനസ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ്? മെട്രിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. പിന്നെ നെക്സ്റ്റ് ഇൻഫോൾഡിങ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇൻഫോൾഡിങ്സ്? അതിന്റെ പേരെന്താണ്? ക്രിസ്റ്റേ ആണ്. ഓക്കെ, ആൻഡ് ഫൈനലി സി ഒരു പോർഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചറും അത് നെയിം ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് 2 മാർക്സ് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത് 2019 വന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യന്റെ സബ് ആയിട്ട് 2 എണ്ണം വന്നിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ബി നോക്കണം അല്ലെ. ഓക്കെ, ഫൈൻ. സോ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ ഓർഗനൽ ഗിവൺ ഇൻ ദ ഫിഗർ. വീണ്ടും എന്താണ്? ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മൈറ്റോകോൺട്രിയ ആണ്.
ലേബൽ ദ പാർട്സ് മാർക്ഡ് ആസ് എ ആൻഡ് ബി. ഓക്കെ, വീണ്ടും ലേബൽ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് എ പാർട്ട് എന്ന് പറയുന്നത്? മെട്രിക്സ് ആണ്. ബി പാർട്ട് എന്ന് പറയുന്നത് ക്രിസ്റ്റേ ആണ്. അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ മൂവിങ് ടു the next question. Mitochondria is known as the powerhouse of the cell. Why? എന്തുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്? അത് നമ്മൾ പറഞ്ഞിരുന്നു. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണ്? എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് ഈ പറഞ്ഞ മൈറ്റോകോൺട്രിയയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കൂടാണ്ട് വേറൊരു റീസണും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണത്? യെസ്, അതാണ് എന്താണ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? രണ്ടാമതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ഒരു പെർട്ടിക്കുലർ മൈറ്റോകോൺട്രിയയിലാണ്. അതായത് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. ATP മോളിക്യൂൾസ് എന്ന് പറഞ്ഞ എന്താണ്? എനർജി ആണ് അല്ലെ? അപ്പൊ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നതും എവിടെയാണ്? ഈ ഒരു മൈറ്റോകോൺട്രിയയിലാണ്. സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ ഈ ഒരു റീസൺസ് കാരണമാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈറ്റോകോൺട്രിയ is known as the powerhouse of the cell. നമുക്ക് വേണ്ടുന്ന എല്ലാ എനർജിയും നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? യെസ്, ഇറ്റ് ഇസ് ഫ്രം ദ മൈറ്റോകോൺട്രിയ. അപ്പൊ ഇത് എപ്പോ ചോദിച്ചതാണ്? 2021 ചോദിച്ച ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലെന്താണ്? വീണ്ടും ഒബ്സർവ് ദ ഗിവൻ ഡയഗ്രാം ഓഫ് മൈറ്റോകോൺട്രിയ. ഇവിടെ മൈറ്റോകോൺട്രിയയുടെ ഡയഗ്രാം ആണ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. മുന്നേക്ക് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലെ? ആൻഡ് ഐഡന്റിഫൈ ആൻഡ് ലേബൽ പാർട്സ് എ ആൻഡ് ബി. അതാ വീണ്ടും എന്താണ്? എയും ബിയും തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും മെട്രിക്സും ക്രിസ്റ്റയും ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ആൻഡ് വൈ മൈറ്റോകോൺട്രിയ is known as the powerhouse of the cell. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലെ? അപ്പൊ കണ്ടില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2022 വീണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇനി അടുത്തത് എന്താണ്? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ സെൽ ഓർഗനൽ ഗിവൺ ഇൻ ദ പിക്ചർ. ഓക്കെ, ഇത് 2022 തന്നെ ഫൈനൽ എക്സാമിനല്ല, അതിന് മുന്നത്തെ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും എന്താണ്? ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെൽ ഓർഗനൽ മൈറ്റോകോൺട്രിയ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ എയും ബിയും. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ എയും ബിയും ആണ്. അതായത് എയും ബിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആരൊക്കെയാണ്? മെട്രിക്സിനെയും അതുപോലെ തന്നെ ക്രിസ്റ്റേനെയാണ്. അപ്പൊ മെട്രിക്സും ക്രിസ്റ്റേയാണ് എപ്പോഴും നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയമൊക്കെ നിങ്ങൾക്ക് ഇന്നർ മെംബ്രെയിൻ ഔട്ടർ മെംബ്രെയിൻ ഒക്കെ ചോദിക്കും. പക്ഷെ മോസ്റ്റ് പ്രോബബിലിറ്റി ആർക്കാണ്? ക്രിസ്റ്റയ്ക്കും മെട്രിക്സിനുമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് മാറി പോകാതെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ജസ്റ്റ് മെൻഷൻ ചെയ്യും. ഐഡന്റിഫൈ ചെയ്ത് മെൻഷൻ ചെയ്യുക. കാരണം എ എന്നുള്ളത് മെട്രിക്സ് ആണെന്നും ബി പാർട്ടാണ് നമ്മുടെ ക്രിസ്റ്റേ ആണെന്നുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ തിരക്കിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കാതെ നമ്മൾ ചിലപ്പോൾ എന്താണ് എ എന്നുള്ളിടത്ത് നമ്മൾ പോയിട്ട് ക്രിസ്റ്റേ എന്ന് എഴുതും, ബി എന്നുള്ളിടത്ത് നമ്മൾ പോയിട്ട് എന്താണ് മെട്രിക്സ് എന്ന് എഴുതും. അത് ചെയ്യരുത്. ഓക്കെ, അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ആൻഡ് ഇവിടെ വീണ്ടും ഇത് പ്രീവിയസ് ഇയറിൽ ഈ ഒരു അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് മൈറ്റോകോൺട്രിയ ആൻഡ് ലേബൽ ദ പാർട്സ് മാർക്ഡ് ആസ് എ ആൻഡ് ബി. അത് 2025 ഈ മാർച്ചിൽ നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വാട്ട് ഇസ് ദ റോൾ ഓഫ് മൈറ്റോകോൺട്രിയ ഇൻ എ സെൽ? അതായത് പവർ ഹൗസ് ഓഫ് ദ സെൽ ആണെന്ന് നേരത്തെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പൊ എന്താണ്? അത് ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ്. എന്താണ് മൈറ്റോകോൺട്രിയന്റെ റോൾ? അപ്പൊ സെയിം തന്നെ എന്താണ്? അവിടെയാണ് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നതെന്ന് നമുക്ക് പറയണം. അത് കൂടാണ്ട് എന്താണ്? എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സൈറ്റ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. അതായത് ദേ പ്രൊഡ്യൂസ് എനർജി ഇൻ ദ ഫോം ഓഫ് ATP മോളിക്യൂൾസ്. അത് നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയ ആണ്. സോ വി ക്യാൻ കോൾ ദിസ് പെർട്ടിക്കുലർ മൈറ്റോകോൺട്രിയ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ. ഓക്കെ, അപ്പൊ ഈ 2 പോയിന്റ്സും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേജർ സെൽ ഓർഗനൽ ആണ് നമ്മുടെ മൈറ്റോകോൺട്രിയ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എന്തിനെ കുറിച്ചായിരുന്നു? മൈറ്റോകോൺട്രിയനെ കുറിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് മൈറ്റോകോൺട്രിയന്റെ ഡയഗ്രാം ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ അത് റഫായിട്ട് എപ്പോഴും വരച്ച് അതിന്റെ പാർട്സ് ലേബൽ ചെയ്ത് പഠിക്കുക. അതാണ് മിക്കവാറും ക്വസ്റ്റ്യൻസിലും വരാറുള്ളത്. പിന്നെ പവർ ഹൗസ് ഓഫ് ദ സെൽ. എന്തുകൊണ്ടാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് മൈറ്റോകോൺട്രിയന്റെ റോൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എല്ലാ വർഷവും കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. സോ വി വിൽ ബി മീറ്റിംഗ് അഗെയിൻ വിത്ത് എ ഡിഫറെന്റ് ടോപ്പിക്. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒത്തിരി ടോപ്പിക്സ് ഉണ്ട് ഓരോ ചാപ്റ്റേഴ്സിലും. ആ ടോപ്പിക്സുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അൺടിൽ ദെൻ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.